തനിക്കെതിരെയുള്ള തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം അഴിമതി ആരോപണം തള്ളി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ്. ആരോപണങ്ങൾ അപകീർത്തികരമെന്നും തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. മുന്നേറ്റം ഭയന്നാണ് പ്രചാരണമെന്നുമാണ് എസ് സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സുരേഷിനെതിരെയുള്ള വാർത്ത എങ്ങനെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയുമെന്നാണ് മഹിളാ മോർച്ച നേതാവിന്റെ മറുചോദ്യം. എസ് സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ബി.ജെ.പി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സ്മിത ലക്ഷ്മിയുടെ കമന്റ്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, എസ് സുരേഷ് ഇങ്ങനെ പ്രതിരോധിക്കുമ്പോഴും ഈ അഴിമതി നടന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അല്ലേ ഈ തുക തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് അലക്സ്? ഉന്മേഷ സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് അത്. 2023-24 കാലത്ത് സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടാണ്. പെരിങ്ങമല സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിൽ എസ് സുരേഷ് വൈസ് പ്രസിഡന്റാണ് ആ സഹകരണ സംഘത്തിന്റെ. അവിടെയാണ് ഏതാണ്ട് 4 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്നത്. ആ നഷ്ടത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ പ്രസിഡന്റ് RSS നേതാവും അതുപോലെ വൈസ് പ്രസിഡന്റ് സുരേഷും അടക്കം ലക്ഷങ്ങളാണ് തിരിച്ചടക്കേണ്ടത്, പിഴയായി തിരിച്ചടക്കേണ്ടതെന്നാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത്. ഏതാണ്ട് 43 ലക്ഷം രൂപ എസ് സുരേഷ്, ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷ് അടയ്ക്കണമെന്നാണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. പക്ഷെ സുരേഷ് പറയുന്നത് ഒരു കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗമായി വരുന്നതാണ്. താൻ ആർക്കും പ്രത്യേകമായി വായ്പ നൽകുകയോ വായ്പ എടുക്കാൻ സഹായിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. 2016 ജൂലൈ 26-ന് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ഭരണസമിതി അംഗമെന്ന സ്ഥാനത്ത് നിന്ന് എസ് സുരേഷ് രാജിവെച്ചിരുന്നു. ഒരു ലോണോ ഒരു ചിട്ടിയോ ഏതെങ്കിലും ലോണിന് വേണ്ടിയുള്ള ശുപാർശയോ ആ സഹകരണ സംഘത്തിൽ നിന്ന് നടത്തിയതായി സഹകരണ വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ പോലും പറയുന്നില്ല. മറ്റുള്ളതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മാധ്യമ വാർത്തകളാണ് എന്നുള്ളതാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ വ്യാജ വാർത്തകളാണ് എന്നാണ് പറയുന്നത്. ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയാനാണ് തനിക്കെതിരെ വാർത്ത നൽകുന്നത് എന്നാണ് എസ് സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പക്ഷേ ഈ ഫേസ്ബുക്ക് കുറിപ്പിനെ കമന്റ് എന്നോണം അല്ലെങ്കിൽ മറുപടി എന്നോണം മഹിളാ മോർച്ച നേതാവ് തന്നെ മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. സുരേഷിനെതിരെയുള്ള വാർത്ത എങ്ങനെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തടയുമെന്നാണ് കോഴിക്കോട് നിന്നുള്ള മഹിളാ മോർച്ച നേതാവിന്റെ മറുചോദ്യം. എത്രയോ മാതൃകാ നേതാക്കൾ പാർട്ടിയിലുണ്ട്. സുരേഷിനെ പോലെ സ്വജനപക്ഷപാതവുമായി നടക്കാത്തവരാണ് അവരൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് സംഘടന മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് നേരെ വരുന്ന ഇത്തരം ആരോപണങ്ങൾ സ്വയം പ്രതിരോധിച്ചാൽ മതി, പാർട്ടിയെ കൂട്ടുപിടിക്കേണ്ട എന്നാണ് കോഴിക്കോട് നിന്നുള്ള മഹിളാ മോർച്ച നേതാവ് സ്മിത ലക്ഷ്മിയുടെ കമന്റ്. ബി.ജെ.പിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ഈ സ്മിത ലക്ഷ്മി. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.